അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഷെയ്ഖ് ദുനൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലർ തങ്ങളുടെ ഹൃദയാങ്കണത്തിൽ പാപത്തിൻ്റെ മരം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ കടക്കൽ കണ്ണീര് കൊണ്ടവർ നനച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വൃക്ഷത്തിന്മേൽ ഖേദവും പശ്ചാത്താപവും കായ്ച്ചു. അവരുടെ മാനസിക നില താറുമാറായി. അന്ധതയോ ബധിരതയോ ഇല്ലാത്ത പൊട്ടന്മാരായി തീർന്നു അവർ. പിന്നെ പ്രേമത്തിൻ്റെ മതിവരുവോളം അവർ ആസ്വദിച്ചു. അത് കാരണം അവർ കൂടുതൽ ഉന്മത്തരായി മാറി. എന്ത് ദുരിതം അഭിമുഖീകരിക്കാനും അവർ കരുത്താർജിച്ചു. പിന്നെ അദൃശ്യലോകത്തിൻ്റെ തിരശീലകൾ അവർ വലിച്ചു നീക്കി. പ്രപഞ്ച യന്ത്രശാലിയുടെ കറക്കം നഗ്നനേത്രങ്ങൾ കൊണ്ടവർ കണ്ടു. പശ്ചാത്താപത്തിൻ്റെ പൂന്തണലിൽ അവർ വിശ്രമിച്ചു. പാപങ്ങളുടെ ഏടുകൾ മറിച്ചു നോക്കി, തെറ്റുകൾ വെട്ടിത്തിരുത്തി. വിരക്തിയുടെ അത്യുന്നതകളിലേക്ക് അവർ ചിറകിട്ട് പറന്നു. അവരെ കൊണ്ടാണ് ഇമാം നബി തങ്ങൾ പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദും ഫൂതനാ ത്വല്ലക ദുനിയാ വഖാഫുൽ ഫീതനാ നളറു ഫീഹാ വലമ്മാ അലിമൂ അള്ളാഹുവിൻ്റെ ചില വിശിഷ്ടരായ അടിമകൾ അവർ ദുനിയാവിലേക്ക് നോക്കിയപ്പോൾ അത് ഫിത്നയുടെ രാജ്യമാണ്, ഫിത്നയുടെ നാടാണെന്ന്, ബുദ്ധിമാന്മാർക്ക് താമസിക്കാൻ പറ്റിയ ഇടമല്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കടലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ആ കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പലായും കൊണ്ട് അവർ തഖ്വയെ സ്വീകരിച്ചു. അവർ സൂക്ഷ്മതയോടെ ജീവിച്ചു. സൂക്ഷ്മതയുടെ ചിറകുകൾ ഔന്നത്യത്തിൻ്റെ ചക്രവാളങ്ങൾ കീഴടക്കി. ത്യാഗത്തിൻ്റെ കയ്പവർക്ക് മധുരമായി അനുഭവപ്പെട്ടു. കൊടുങ്കാടുകൾ പട്ടുമെത്തകളായിത്തീർന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാത അവർക്ക് രാജവീതിയായി മാറി. രക്ഷയുടെ കയറുകൾ മുറുകെ പിടിച്ചുകൊണ്ടവർ മുന്നേറി. അങ്ങനെ അത്യുന്നതങ്ങളിൽ അനുഗ്രഹീതമായ തോപ്പുകളിൽ എത്തിച്ചേർന്നു. ഒറ്റയടിപ്പാതകൾ തരണം ചെയ്യാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല. തന്നിഷ്ടങ്ങളെ കീഴടക്കാൻ അവർക്ക് വിഷമം വന്നില്ല. ജ്ഞാനത്തിൽ അവർ ലയിച്ചു. ഹിക്മത്തിൻ്റെ അരുവിയിൽ നിന്ന് ദാഹം തീർത്തു. ഔദാര്യത്തിൻ്റെ കപ്പലിൽ യാത്ര ചെയ്തു. ശാന്തിയുടെ കാറ്റ് അവരുടെ കപ്പലിന് അനുകൂലമായി വീശി. സംസാര സാഗരത്തിൻ്റെ മറുകര കണ്ട് നിർവൃതിയടയാൻ അവർക്ക് പിന്നെ പ്രയാസമുണ്ടായില്ല. അനിർവചനീയമായ നിർവൃതിയാണ്. ആ നിർവൃതി എത്രേ സായുജ്യം, അതെത്രേ ജീവിത ലക്ഷ്യം. അവിടെയാണ് ജന്മസാഫല്യം, മുക്തി, പരമാനന്ദം. ഷെയ്ഖ് സിരിയൂസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷാമിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു സൂഫിയെ സംബന്ധിച്ച് കേൾക്കാനിടയായി. സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇരുന്ന് കരയുകയായിരുന്നു. ഞാൻ സലാം ചൊല്ലിയ ശേഷം ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ എങ്ങനെ കരയാതിരിക്കും? രാജവീതി തെളിഞ്ഞു കിടക്കുന്നു, പക്ഷേ ആളുകൾ വളഞ്ഞ വഴിയിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. സത്യത്തിൻ്റെ അടയാളങ്ങൾ പോലും മാഞ്ഞുപോയിരിക്കുന്നു.
ഇതിന് കാരണം മറ്റൊന്നുമല്ല, നേരം കൊല്ലികളായ ചില മനുഷ്യർ പ്രസംഗിക്കുന്നു, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. കുറുക്കു വഴികൾ അന്വേഷിക്കുകയാണവർ. ദുർവ്യാഖ്യാനത്തിന്റെ ഊഞ്ഞാലുകൾ പാപങ്ങളുടെ കൊമ്പുകളിന്മേൽ കെട്ടി അതിൽ കിടന്നാടുകയാണവർ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരട്ടഹാസം മുഴക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷണികമായ ഭൗതിക സുഖങ്ങളിൽ മുഴുകുന്നത് എങ്ങനെയാണ്? പാരത്രിക ചിന്ത കുറ്റിയേറ്റു പോയതെങ്ങനെയാണ്? പണ്ഡിതന്മാരുണ്ടാക്കുന്ന കുഴപ്പം മഹാഭീകരം തന്നെ. പാമരന്മാർ വീണ് കിടക്കുന്ന കുഴി അഗാധം തന്നെ. നിസ്വാർത്ഥരായ ജ്ഞാനികൾ ഇന്നെവിടെ? പരിശുദ്ധരായ ത്യാഗികൾ എവിടെ? കഷ്ടം, കഷ്ടം. പിന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പോകൂ, നിങ്ങൾ എൻ്റെ തീയിൽ എണ്ണ ഒഴിക്കുന്നവരാണ്, കത്തുന്ന പുരയുടെ കൈക്കോലൂരാൻ വന്നവരാണ്. വേണ്ട, നിങ്ങളെ എനിക്ക് കാണണ്ട. പിന്നെ അദ്ദേഹം പാടി ഒരു ബൈത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: തെക്കുവ ചെയ്യാത്തവൻ ജനങ്ങളോട് ഇതാ തെക്കുവ ചെയ്യാൻ ഉപദേശിക്കുന്നു. രോഗിയായ വൈദ്യൻ ചികിത്സിക്കാൻ നടക്കുന്നു. എന്തൊരു കഷ്ടം! എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനം ഭൂമി കുലുങ്ങുന്ന വിധത്തിൽ ഒരു ഭയങ്കര ഗർജനം അദ്ദേഹം മുഴക്കി. അതോടെ നിലംപതിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.